Hello, welcome to market discussion of the day. Today, March 16, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. ഈ 7 ദിവസവും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. സോ എന്താ പറയുക, ഈ ഒരു പൊളിറ്റിക്കലായിട്ട് ഇത്രയും വലിയ വോറുകളൊക്കെ നടക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ US-ഉം ഇറാനും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നുണ്ട്. അത് ഇറാൻ തിരിച്ച് പല എന്താ പറയുക, നമ്മളുടെ ഗൾഫ് കൺട്രീസിൻ്റെയും US ബേസുകൾ തകർക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. സോ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനകത്തുനിന്ന് തുടങ്ങുന്നില്ല. ഞാൻ ഈ ആഴ്ചത്തെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കാണാം. കാരണം ഈ ആഴ്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് എന്നതുകൊണ്ടിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് നോക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബുധനാഴ്ചത്തെ ന്യൂസ് തന്നെ ഫസ്റ്റിൽ നോക്കാം. കാരണം ഇത് നമ്മൾ മറന്നു പോവാതിരിക്കാനായിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് ബുധനാഴ്ച വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് എല്ലാ പൊസിഷൻസിനകത്തു നിന്നും നമ്മൾ ഇറങ്ങിയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ബുധനാഴ്ച രാത്രി 11:30 ഫെഡ് ഫണ്ട് റേറ്റ് വരുന്നത്. ഓക്കെ, സോ അത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ FOMC സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ FOMCയുടെ എന്താ പറയുക, ഫെഡ് ചെയർമാൻ്റെ സ്പീച്ച്, FOMC പ്രസ് കോൺഫറൻസ് 12 മണിക്കാണ്. സോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അൺസർട്ടനിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ വോറ് വന്നു അല്ലേ. ഈ വോറ് വന്നതിലൂടെ എന്ത് സംഭവിച്ചു? ഓയിലിൻ്റെ വില കൂടിയതിലൂടെ ഇൻഫ്ലേഷൻ കൂടുന്നതിലൂടെ എന്ത് സംഭവിച്ചു? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോസിബിലിറ്റി കുറവാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് ആക്ച്വലി ഗോൾഡിൻ്റെ റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ 5400 വരെ കഴിഞ്ഞ ആഴ്ച, അതായത് വോറ് നടന്നു എന്ന് പറയുന്ന ആ തിങ്കളാഴ്ച പോയതിന് ശേഷം മാർക്കറ്റ് വലിയൊരു ഫോളാണ് നടത്തിയത്. ഓൾമോസ്റ്റ് 5000 വന്ന് നിൽക്കുകയാണ് നമ്മളുടെ ഗോൾഡിൻ്റെ റേറ്റ്, XAUSD റേറ്റ്. ഓക്കെ, സോ അത് ബേസിക്കലി ഉള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ അനുബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല, അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഉറപ്പായിട്ടും വീണ്ടും ഗോൾഡിൻ്റെ വില താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ബുധനാഴ്ച വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഓപ്പൺ പൊസിഷൻസ് എല്ലാം മാറ്റി വെച്ച് വ്യാഴാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് നമ്മളുടെ ഓവറോൾ ഈ ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഫസ്റ്റിൽ തന്നെ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളുടെ US-ൽ വോർ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി സ്റ്റോപ്പ് ലോസ് ഇട്ട് പോകണം എന്നുള്ളത് കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നാളെയും വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നുമില്ല. ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട് 5:45. ഓക്കെ, പെൻഡിങ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട് 7:30. ഓക്കെ, CB ലീഡിംഗ് ഇൻഡെക്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്, അതും 7:30 മണിക്കാണ് ആ ഒരു ന്യൂസ് വരുന്നത്. സോ ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബുധനാഴ്ച നമുക്കറിയാം FOMCയുടെ ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ കോർ PPIയുടെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് 6:30 ശേഷം. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വ്യാഴാഴ്ച രാവിലെ 12 മണി, അതായത് ബുധനാഴ്ച രാത്രി ഇന്ത്യൻ ടൈമിംഗ് 12 മണിക്കാണ് FOMC പ്രസ് കോൺഫറൻസ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. വ്യാഴാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷനും വ്യാഴാഴ്ചയാണ്. രാത്രി എനിക്ക് തോന്നുന്നു രാവിലെ 6 മണിക്കാണ്, ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്കാണ് ഈ പറയുന്ന ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി റേറ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാവിലെ 10 മണിക്ക് നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസും വരുന്നുണ്ട്. ഇത് രണ്ടും ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ എന്താ പറയുക,
ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മെയിനായിട്ടും കാണുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ തലേന്നൊക്കെ ജാപ്പനീസ് യെന്നിൻ്റെ ഒക്കെ ഓട്ടം വളരെ കുറവായിരിക്കും. ഓക്കെ, അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ജി ബി പിയിൽ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് വരുന്നുണ്ട് 12:30. ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത് ജി ബി പിയിലെ എന്താണ് നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലെയാണ്. സോ എത്ര ആൾക്കാരാണ് ക്ലെയിമിന് പോയത്, ഓക്കെ, കഴിഞ്ഞ മാസം എത്ര പേർക്കാണ് ജോലി നഷ്ടപ്പെട്ട് ക്ലെയിമിന് പോയത് എന്നുള്ളതാണ് അതിനകത്തു നിന്നുള്ളൊരു മീനിങ്. സോ ഇതിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജി ബി പിയുടെ വാല്യൂ കുറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ജി ബി പിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലെമൻറ്റ് കൗണ്ടിൻ്റെ ന്യൂസും എന്ന് വരുന്നുണ്ട്, വ്യാഴാഴ്ച വരുന്നുണ്ട്. ജാപ്പനീസ് യെന്നിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന എന്താ പറയുക ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി റേറ്റും എന്ന് വരുന്നുണ്ട്, വ്യാഴാഴ്ച വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ തലേന്ന് വന്നിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്തിനെ എഫക്റ്റ് ചെയ്യും? ഡയറക്റ്റ്ലി ഗോൾഡിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരു യൂറോയും കൂടെ എല്ലാം ഉള്ളൂ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനകത്ത്, നമുക്ക് അതിനകത്ത് നിന്ന് മാറി നിൽക്കാം. ഓക്കെ, സോ വ്യാഴാഴ്ച നമുക്ക് ട്രേഡിംഗ് ഡേ അല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രേഡിനകത്ത് നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് എൻ്റെ സജഷനാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ മാറി നോക്കി പോകാൻ നേരത്ത് നമുക്ക് വൈകുന്നേരം ജി ബി പിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറേ ന്യൂസുകൾ വരുന്നുണ്ട് കേട്ടോ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ട്, ആവറേജ് ഏർണിംഗ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ വൈകുന്നേരം 5:30 മോണിറ്ററി പോളിസി സമ്മറി ഉണ്ട്, MPC ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് വോട്ട്സ് ഉണ്ട്, ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജി ബി പി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻഫ്ലേഷൻ ലെറ്റർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം ജി ബി പിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്? ഗോൾഡിൽ ട്രേഡ് ചെയ്യാതെ കറൻസീസിലോട്ട് പോകാം. അപ്പോൾ അന്നത്തെ ദിവസം കറൻസീസും സേഫ് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് 6 മണിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക US നിന്ന് വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസും വരുന്നുണ്ട്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണണം. ഓക്കെ, വൈകുന്നേരം 7:30 നമുക്ക് ECB പ്രസ് കോൺഫറൻസും വരുന്നുണ്ട്, അത് യൂറോനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, 7:30 നമുക്ക് ന്യൂ ഫോം സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ന്യൂസുകളായതുകൊണ്ടിട്ട് തന്നെ വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അന്നത്തെ ദിവസം മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ വെള്ളിയാഴ്ച വരുമ്പോൾ, വെള്ളിയാഴ്ചയും പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് നമുക്ക് വെള്ളിയാഴ്ച എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിന് മുന്നേ ആയിട്ട് നമ്മുടെ വാർ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാം. ഓക്കെ, സോ ബേസിക്കലി 14, 15 സാറ്റർഡേ സൺഡേ ആയിട്ട് വലിയൊരു സ്ട്രൈക്ക് സാറ്റർഡേ നടന്നിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് ഓൺ കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ വൺ ഓഫ് ദ പ്രൈമറി ഓയിൽ എക്സ്പോർട്ട് ഹബിൽ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് വലിയൊരു അറ്റാക്കായിരുന്നു. അതിനെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ദാറ്റ്സ് എ വാർണിംഗ് ടുവേർഡ്സ് അഗെയിൻസ്റ്റ് ക്ലോസിങ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചിട്ടേക്കുന്നതിൻ്റെ ഒരു വാർണിംഗ് ആയിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് കൊടുത്തത് എന്നുള്ളതാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്ത് തന്നെ ഇരിക്കുന്നു. ഓൾമോസ്റ്റ് ഓവർ 150 ടാങ്കേഴ്സാണ് റിപ്പോർട്ടഡ്ലി അവിടെ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഓയിലിൻ്റെ പ്രൈസ് $80 to $100 ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏതാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു പെർ ബാരലിന് വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ ഒരു എന്താ പറയുക ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് സെജിൽ മിസൈൽ. ഓക്കെ, സെജിൽ മിസൈൽ ഫസ്റ്റ് ടൈമാണ് ഇറാൻ ഇറക്കുന്നത്. ഓക്കെ, സോ ടാർഗറ്റിംഗ് ഇസ്രയേൽ ആൻഡ് US ബേസ് അക്രോസ് ഗൾഫ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബഹ്റിൻ, UAE, അതേപോലെ ഖത്തർ പോലത്തുള്ള രാജ്യങ്ങളിലാണത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് വെച്ചാൽ US എംബസി ഇൻ ബാഗ്ദാദിലും ഈ പറയുന്ന ആക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതേപോലെ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് മാർച്ച് 15 സൺഡേ ഒമാനും ഈജിപ്തും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീക്കെൻഡിൽ നടന്നിട്ടുള്ളത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് ഇത്രയും
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് ഗോൾഡിൻ്റെ പ്രൈസ് എന്തുകൊണ്ട് താഴോട്ട് പോകുന്നില്ല, ഗോൾഡിൻ്റെ പ്രൈസ് എന്തുകൊണ്ട് മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മളുടെ ഈ ആഴ്ച വരാൻ പോകുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അത് ഓർത്തിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ന്യൂസ് കൂടിയാണ് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ബിക്കോസ് ഫെഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ ഞാൻ അതിൻ്റെ റിലേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എന്താണ് ആ ഒരു ന്യൂസ് തള്ളിക്കളഞ്ഞുകൂടാ. നമുക്കറിയാവുന്നൊരു സമയത്ത് അറിയാവുന്ന ഒരു ന്യൂസാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ചിലപ്പം നാളെയൊക്കെ മാർക്കറ്റ് വെയിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബുധനാഴ്ചയൊക്കെ വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ അങ്ങനത്തുള്ള ദിവസങ്ങളിൽ എനിക്ക് പറയാനായിട്ടുള്ള, നിങ്ങൾ ഇനി ഒരു വാർ നടക്കുന്നുണ്ട്, ഡോണ്ട് എക്സ്പെക്ട് ഗോൾഡ് ടു മൂവ് 5400 ബിഫോർ വെനസ്ഡേ. ഓക്കെ, സോ വെനസ്ഡേക്ക് മുന്നേ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് 5600 പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന നോർമൽ ടാർഗറ്റ്സിന് വേണ്ടിയിട്ട് ഉള്ള പ്രൈസ് കിട്ടുന്ന സമയത്ത് അവിടുന്ന് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഓക്കെ, സപ്പോസ് ചിലപ്പോൾ എങ്ങാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങാണ് കുറച്ചാൽ ചിലപ്പോൾ ഗോൾഡൊക്കെ മുകളിലോട്ട് കയറി പോകും കേട്ടോ. സോ എന്തായാലും നിങ്ങൾ നോക്കി തന്നെ ചെയ്യുക, പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY എന്ന് പറയുന്ന ഏകദേശം ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്ന USD JPYയുടെ തൊട്ട് പോവാം. USD JPY കുറച്ച് 2-3 ആഴ്ചയായിട്ട് നമ്മൾ അപ് ട്രെൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 160 അടുത്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 159.352 ഇപ്പം USD JPY നിൽക്കുന്നത്. അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, സോ 20 മന്ത്സ് ഹൈയിലാണ് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ USD JPY നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സ്ട്രോങ് ബുള്ളിഷാണിപ്പോൾ. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് സെല്ലിലോട്ട് പോവാതിരിക്കുക. ഓക്കെ, സെല്ലിലോട്ട് പോവാതിരിക്കുക. നമുക്കറിയാം 2000-ന് ശേഷമുള്ള ഏറ്റവും വലിയൊരു റേറ്റ് USD JPY 162 ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ ബേസിക്കലി ഈ 162 എന്ന് പറയുന്ന ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ മുകളിലോട്ട് പോകും അല്ലേ. ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് 164, 168 നമുക്കറിയില്ല എങ്ങോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. സോ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതേപോലെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉള്ള ഈ വീക്കിൽ ഓക്കെ നമുക്ക് ഒരു തീരുമാനം അറിയാൻ പറ്റും. മേ ബി USD JPY വിൽ ബി ബ്രേക്കിംഗ് 162 ഓർ നോട്ട്. അത് നമുക്കറിയാൻ പറ്റും. ചിലപ്പം നമുക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിന് മുന്നേ ആയിട്ട് ഈ 162 ടച്ച് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ബിക്കോസ് കഴിഞ്ഞ വർഷമാണ് 162 USD JPY ടച്ച് ചെയ്തത്. അത് ടച്ച് ചെയ്തതും ഒറ്റയടിക്കായിരുന്നു. വിത്തിൻ 3 വീക്സ് ആയിരുന്നു വീണ്ടും 142 പോയത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, നിങ്ങൾക്ക് മുന്നത്തുള്ള ക്യാൻഡിൽസ് ഒക്കെ നോക്കി അല്ലെങ്കിൽ ഒരു 1.5 വർഷം മുന്നേ ഒക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഓക്കെ, സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയാൽ ഫോർ എക്സാമ്പിൾ 159 അടുത്തൊക്കെ കിട്ടിയാൽ പോലും ദാറ്റ് ഈസ് എ വെരി ഗുഡ് ബൈ. 158.80 159 റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി നമുക്ക് എടുത്ത് സ്റ്റോപ്പ് ലോസ് 158.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 160 വരെയൊക്കെയുള്ള ടേക്ക് പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് USD JPY പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ 160 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം സെല് ചെയ്യാം. അത് നമ്മളുടെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, സോ അപ് ടു നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരെയെങ്കിലും ഈ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഈ ഒരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, സോ രണ്ടാമത് നമ്മൾ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരുമ്പം 1.3248 കഴിഞ്ഞ നവംബറിലായിരുന്നു ഓൾമോസ്റ്റ് 1.300 മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയി ഓൾമോസ്റ്റ് 1.3800 വരെയൊക്കെ ഓൾമോസ്റ്റ് ഒരു 800 പിപ്പ് വരെയൊക്കെ മാർക്കറ്റ് കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ട് സഞ്ചരിച്ചു. അതിനുശേഷം ഈ ഒരു എനർജി ക്ഷാമം കൊണ്ടിട്ടും അതേപോലെ തന്നെ ഈ GBP അല്ലെങ്കിൽ UK നടക്കുന്ന കുറേ പൊളിറ്റിക്കലായിട്ടുള്ള അൺസർട്ടൺ സിറ്റുവേഷൻ കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയുണ്ടായി അല്ലേ. ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാർക്കറ്റിൽ അല്ലേ. സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ളത് GBP USD ബെയറിഷ് തന്നെയാണ്.
ഓക്കെ. സോ അതുകൊണ്ടിട്ട് ഞാൻ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല. നമുക്കൊരു പുൾ ബാക്ക് കിട്ടി 1.3300 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 1.3280 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.3340 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ടേക്ക് പ്രോഫിറ്റ് 1.3180 1.3200 അടുത്ത് നമുക്ക് ടി പി എക്സ്പെക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഈ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റിയെ ഞാൻ GBPയിലും പറയുന്നുള്ളൂ. ഓക്കെ. സോ നേരെ യൂറോയിലോട്ട് വരാം. യൂറോ ഈസ് ഓൾമോസ്റ്റ് എത്ര കാലത്തെയാണ്? ഓൾമോസ്റ്റ് 20 months അല്ല, 7 months ലോയിലാണ് ഇപ്പം നമ്മളുടെ യൂറോ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, 7 months ലോയിലാണ് ഇപ്പോൾ യൂറോ നിൽക്കുന്നത്. ഓക്കെ. സോ ട്രെൻഡ് ഈസ് വെരി ബെയറിഷ് ആൻഡ് ഡോണ്ട് എക്സ്പെക്ട് യൂറോ ടു പുൾ ബാക്ക്. ഇന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. വൺസ് 1.1500 മുകളിൽ കയറി സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂറോ ട്രെൻഡ് മാറിയെന്ന് ഇനി പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. സോ ബേസിക്കലി എനിക്കൊരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1.1480 to 1.1500 ഇടയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.1540 മുകളിലായിട്ട്, ടേക്ക് പ്രോഫിറ്റ് 1.1350 ഓർ 1.14400. ഓക്കെ. സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് നമുക്കെടുത്ത് മുന്നോട്ട് യൂറോയിൽ പോകാവുന്നതാണ്. ഓക്കെ. സോ നേരെ നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോകുമ്പോൾ ഗോൾഡ് ആശാൻ ഇപ്പോൾ നിൽക്കുന്നത് 5017 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ. സോ ഇന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പണായിട്ട് 5100, ഇതാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓക്കെ. 5130 വരെ മാർക്കറ്റ് പോയി. താഴോട്ട് വന്നപ്പം 69 വരെ പോയി അല്ലേ. ബോഡി എവിടെ വരെ പോയി? ബോഡി 4998. ഓക്കെ, ഏകദേശം 5000 നമുക്ക് കണക്ക് കൂട്ടാം. സോ 5000ൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ റേഞ്ച് ഈസ് ബിറ്റ്വീൻ 4980 to 5030. ഓക്കെ, ഇതിൻ്റെ അകത്താണ് റേഞ്ച്. ഓക്കെ. സോ US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും പോകാം എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ബൈ പൊസിഷൻ എന്ന് പറയുന്നത് 4880 അടുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഗുഡ് ബൈ പോയിന്റ്, റൈറ്റ്. സോ 4880 അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നല്ലൊരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇല്ലാത്ത പക്ഷം നമുക്ക് 5000 to 5005, ഓക്കെ, 5000 to 5005 അവിടെ ഒരു പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് കുറച്ച് വൈഡാണ്. ഓക്കെ. ഇഫ് നിങ്ങൾക്ക് ടൈറ്റായിട്ട് വെക്കണം 4985 താഴെ വെക്കാം. ഓക്കെ. ഇല്ലാത്തടത്തോളം ഇന്ന് നമുക്ക് മാർക്കറ്റ് താഴെ പോയല്ലോ, അതിൻ്റെ താഴെ ഒരു $5 $6 താഴെയായിട്ട് 4960 താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സേഫ് എൻട്രിയാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് $50 സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, എനിക്കറിയാം. സോ അത് നിങ്ങൾ എത്രയാണോ ലോട്ട് സൈസ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ യു ആർ റെഡി ടു ബെയർ ദാറ്റ്, എന്താ പറയുക, ആ ഒരു ലോസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് യു ആർ റെഡി ടു ബെയർ ദാറ്റ് ലോസ് ദാറ്റ് വുഡ് ബി ഗുഡ്. ഓക്കെ. ഇല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ആ ഒരു ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത്. സോ ബേസിക്കലി നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ചു. റേഞ്ചിനനുസരിച്ച് നമ്മൾ 2 പുൾ ബാക്ക് കിട്ടുന്ന ഒരു പൊസിഷനും ഞാൻ പറഞ്ഞു. 5000 to 5005 അടുത്ത് 4980 to 4985 ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഇന്ന് ലോ പോയതിൻ്റെ താഴെയായിട്ട് വെക്കണം. അത് $1-2 അല്ല, മിനിമം ഒരു 4950-55 റേഞ്ചിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. സോ അങ്ങനെ നമുക്കെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. ഓക്കെ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാർ ട്രേഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള റെഗുലേഷനും ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കമ്പനി പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും കേട്ടോ. UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള മേജർ റെഗുലേഷൻസ് ഉള്ളൊരു ബ്രോക്കറാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ $100,000 ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോൺസർഷിപ്പുകൾ UAE ടീമിനെ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ സ്പോൺസർ ചെയ്ത നമ്മുടെ സ്റ്റാർ ട്രേഡറാണ്. അതേപോലെ NBA സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കയറി നോക്കിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ
ഡെപ്പോസിറ്റ് ബോണസ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. സോ ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആദ്യത്തെ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന് 20% ബോണസും കമ്പനി തരുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരുന്നു എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസാണ് തരുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് റേറ്റിൽ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് ചെയ്യുക. UAE ക്ലയൻസിന് പ്രത്യേക ലിങ്ക് ആണ്, അത് നോക്കി ചെയ്യുക. അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.